പത്തനംതിട്ട കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഇമെയിൽ മുഖേന. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചത്? അതോടൊപ്പം പരിശോധന ഇപ്പോഴും തുടരുകയാണോ? രാവിലെ 6:48 കളക്ടറേറ്റിലേക്ക് ഔദ്യോഗിക മെയിലിലേക്ക് ഈ സന്ദേശം എത്തുന്നത്. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഭീഷണി. RDX ബ്ലാസ്റ്റ് ഉണ്ടാകുമെന്നും ജീവനക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ സന്ദേശത്തിൽ ഈ അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ് ഉള്ളത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് അംഗീകരിക്കാനാവില്ലെന്നും ഈ മെയിലിൽ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ബോംബ് ഭീഷണി നടത്തുന്നതെന്നും ഈ മെയിലിൽ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ രാവിലെ എത്തിയ ഈ സന്ദേശത്തിൽ ഉള്ളത്. ആസിഫ് ഗഫൂർ എന്ന മെയിലിൽ നിന്നാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്ക് സന്ദേശം വന്നത്. കളക്ടർ ഇന്ന് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉദ്യോഗസ്ഥർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിലും വിവരം അറിയിച്ചു. ഉടൻ തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എത്തി കളക്ടറുടെ ചേംബറിലും എല്ലാ ഓഫീസിലും പരിശോധന നടത്തി. മുൻകരുതലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ എല്ലാം കളക്ടറേറ്റിന് പുറത്തേക്ക് ഇറക്കി 4 നിലയിലും പരിശോധന വ്യാപകമായി നടത്തുന്നുണ്ട്. പോലീസിന്റെയും സ്ക്വാഡുകളുടെയും എല്ലാം പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പത്തനംതിട്ട കളക്ടറേറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭീഷണി സന്ദേശം, അത് അഫ്സൽ ഗുരുവിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഭീഷണി സന്ദേശം, അത് ഗൗരവമായി തന്നെ കണക്കാക്കിക്കൊണ്ട് പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധനകൾ രാവിലെ മുതൽ നടത്തുന്നുണ്ട്. കളക്ടറേറ്റിലെ 4 നിലകളിൽ നിന്നും മുഴുവൻ ഉദ്യോഗസ്ഥരെയും പുറത്തേക്ക് നീക്കിക്കൊണ്ടാണ് വ്യാപകമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.